അയ്യവാ നല്ല അടിപൊളി കൂട്. ഇത് നമ്മൾ തേനീച്ചേനെ കുപ്പിയിലേക്ക് കയറ്റാണ്. പല രീതിയിൽ നമുക്ക് തേനീച്ച എടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്ന രീതി ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇതിപ്പം നമ്മൾ വേറെ സൈറ്റിൽ നിന്ന് കൊണ്ടുവന്നൊരു ബോക്സാണ്. ഇതിപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്തെന്നാ സ്ഥിതി നോക്കണം. നിറയെ ഈച്ച ഉണ്ട് ഇതിൽ. ഒരു കുപ്പിയും കൂടി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞേക്കണം. അമ്പത്തി അങ്ങോട്ട് നിന്നോ. പിന്നെ തേനെടുക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി, പിരിച്ചു വെക്കാനുള്ള ബോക്സ് റെഡി, എല്ലാം റെഡി വെച്ചിട്ടുണ്ട്. മുട്ടയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതിവിടെ വെച്ചു. എന്നിട്ട് ഈ പാത്രം നമ്മളിവിടെ വെച്ചു. ഇത് നമ്മൾ ആകാംക്ഷയോടെ കാത്തിക്കുന്ന കൂട് തുറക്കാൻ പോവാണ്. നിലത്ത് വെച്ചാൽ മതി. ഈ കൂടും തുറക്കട്ടെ. നല്ല ടൈറ്റിലാണുള്ളത്. ഏകദേശം 3-4 വർഷം പഴക്കമുള്ള കൂടാണിത്. നമ്മൾ വേറെ സുഹൃത്ത് തന്നതാണിത്. അവനക്ക് പകരം വേറെ കൂട് കൊടുത്തിട്ട് അങ്ങനെ അവൻ വേറെ ഈ കൂട് തന്നെയാണ്. ഓക്കെ, നിറയെ തേനുണ്ട്. ഇതാ കാണാം, നിങ്ങൾക്ക് കാണാം. ഇതാ അയ്യവാ നല്ല അടിപൊളി കൂട്. ഇത് കംപ്ലീറ്റ് തേനാണ്. കണ്ട, നല്ല വലുപ്പമുള്ള അറയാണ്. ഇതാ ഇത് കംപ്ലീറ്റ് തേനാണ്. ഇത്രയും ഇത് 2 മുട്ട. അപ്പം നമ്മൾ റാണി ഫസ്റ്റ് എവിടെയാണെന്ന് നോക്കണം. ഇത് തേനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. തേന് ഈ ഭാഗം. അപ്പം ഈ ഭാഗത്തെ തേൻ നമുക്ക് കറക്റ്റ് എടുക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, റാണി ഏരിയ ഉള്ളേ എന്ന് നോക്കുകയാണ്. എന്നിട്ട് വേണം നമുക്ക് തേനെടുപ്പ് നടത്താൻ. മൊത്തം കിട്ടണ്ട. മുമ്പ് എടുക്കേണ്ടിടാ. എടുക്കേണ്ട സമയത്ത് കറക്റ്റ്. പിന്നെ മേലെ വെക്കുന്നുണ്ട് ഈ പെട്ടി മേലെ. അടച്ച. ഇപ്പം നമ്മൾ റാണീനെ നോക്കുകയാണ്. ഈ കൂട്ടിൽ റാണി എവിടെയുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. തൽക്കാലം നമ്മൾ ഇതിവിടെ വെക്കുന്നുണ്ട്. അതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ റാണി ഉണ്ടാവാം, അറിയില്ല. എന്തായാലും നമ്മൾ ഇവിടെ വെച്ചു. ഇത് നോക്കാം. ഇതിൽ സെല്ലുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കണം. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ എടുത്തിട്ട് ഇതാ സെല്ല്, റാണി സെല്ല്. ഇതാ മുകളിൽ തന്നെ കണ്ട, കാണിച്ചു കൊടുക്ക്. റാണി സെല്ല് ഇത് നമ്മൾ തുറന്ന സമയത്ത് ഇത് അടഞ്ഞു പോയി. തൽക്കാലം നമുക്ക് അത് പൊട്ടാണ്ട് എന്ത് ചെയ്യുക, എടുക്കാം. റാണി സെല്ല് നമ്മൾ ഒന്ന് കണ്ട്. പക്ഷെ അതിൻ്റെ അറ്റഭാഗം ചെറുങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ചെറുങ്ങനൊക്കെ പൊട്ടിയാലൊന്നും വിഷയമില്ല. ഈച്ചകൾ തന്നെ സാധാരണ റെഡിയാക്കി എടുത്തോളൂ. സെല്ല് കാണാത്ത ആളുകൾക്ക് ഇതാ സെല്ല്, റാണി സെല്ല്. പക്ഷെ ഇതിൻ്റെ അറ്റഭാഗം എന്തായിട്ടുണ്ട്, ഇതായിട്ടുണ്ട്. നമ്മൾ ഈ സെല്ല് എന്ത് ചെയ്ത് തൽക്കാലം നമ്മളിവിടെ വെച്ചു. ഇനി സെല്ലുണ്ടോ നോക്കാം. നമുക്ക് സെല്ലുണ്ടോ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, തപ്പി നോക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ റാണി നമുക്ക് കണ്ടെത്തണം. റാണിയെ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ തേനെടുപ്പ് എളുപ്പത്തിൽ നടക്കൂ. ഇതിലില്ല. ഇനി ഇതിൽ സെല്ലുണ്ടോ നോക്കാം നമുക്ക്. ഇവിടെ വേറെ സെല്ല്. ഇതാ ഇതിൻ്റെ ഇടയിൽ ഇതാ ഒരു 2 സെല്ല് ഇതാ ഇവിടെ, ഒരു സെല്ല് ഇതാ ഇവിടെ, വേറെ സെല്ല് ഇതാ ഇവിടെ. പക്ഷെ എല്ലാം പൊട്ടുന്ന രീതിയിലാണ്. ഈ മുട്ടയ്ക്ക് എന്തോ ഒരു പൊതുവെ കട്ടി കുറവുള്ള മുട്ട പോലെ ഉണ്ട്. നമുക്കപ്പോൾ പതുക്കെ എന്ത് ചെയ്യാം, ഇതാ സെല്ല് ഈ ഭാഗത്ത്, പതുക്കെ നമുക്ക് എടുക്കാം. ഇതുവരെ നമ്മൾ റാണിയെ കണ്ടിട്ടില്ല കേട്ടോ. റാണി ചിലപ്പോൾ തേൻ്റെ അറയിലൊക്കെ ഉണ്ടാവും. നമുക്ക് ഈ മുട്ട ഒന്ന് തുറന്ന് നോക്കാം. ഇതിന് സെല്ലുണ്ടോ എന്താ സെല്ലൊക്കെ നോക്കാൻ. ഇതിൻ്റെ ഇടയിലും സെല്ല് കാണാൻ ചാൻസ് ഉണ്ട്. അതാ സെല്ല്, ഇതവിടെ ഒരു സെല്ല് വേണ്ട. ഇത് വിരിയാറായ സെല്ലാണ്. അപ്പോൾ ഒരു സെല്ല്, 2 സെല്ല്, പിന്നെ 3 സെല്ല്. ഇതിൻ്റെ ഇടയിൽ വേറെ സെല്ലുണ്ട്. അത് നമുക്ക് കിട്ടാൻ ഭയങ്കര പ്രയാസം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന സെല്ല് ഇതാണ്. ഇത് ഏതൊക്കെ
ഈ സെല്ല് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സെല്ല്. അപ്പോൾ അതിനെ ചുറ്റോടുള്ള മുട്ട കൂട്ടിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ഈ സെല്ല് ഇനി വിരിഞ്ഞ് ഗൈനിയായിട്ട് മാറും. കണ്ട സെല്ല്, ഇതാണ് സെല്ല്. അതാ അതിൻ്റെ അടിയിൽ വേറെ സെല്ലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സെല്ലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൂട് ഡെവലപ്പ് ചെയ്യാം. ആവശ്യാനുസരണം മുട്ട എടുത്താൽ മതി. ഈ സെല്ല് നമുക്ക് തൽക്കാലം ഇവിടെ വെക്കാം. സെല്ലുകളെല്ലാം നമുക്ക് ഈ ഒരു പാത്രത്തിൽ വെക്കാം. ഓക്കെ, ഒരു സെല്ല് നമ്മളിൽ വെച്ചു. ഞാൻ അടുത്ത സെല്ല് ഇതാ ഇവിടെ ഈ കാണുന്ന സെല്ല്. അതൊക്കെ ഒരു 10-15 ദിവസം കൊണ്ട് വിരിയും. ആ കണക്കിൽ അറ്റ ഭാഗമൊക്കെ വിരിയാനായതാണ്. വിരിയാനായ സെല്ല് അറ്റ ഭാഗം റെഡ് കളറിൽ കാണും. വളരെ സാവധാനം, പൊട്ടാൻ പാടില്ല. പൊട്ടിയാൽ നമ്മുടെ പരിപാടി ഫെയിലായി. ഇതാ രണ്ടാമത്തെ സെല്ല്. അപ്പോൾ ആ സെല്ലും ഇവിടെ വെച്ചു. ഓക്കെ, ഇനി സെല്ലുണ്ടോ നോക്കാം നമുക്ക്. ഇനിയും സെല്ല് കാണാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ റാണീനെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്തൊന്നും റാണീൻ്റെ തലയിലൊന്നും തട്ടാൻ പാടില്ല. സെല്ല് കിട്ടി. ഈ അറ കാണിച്ചു കൊടുക്കി, ഇപ്പുറ സൈഡ് അതിൻ്റെ തലയിൽ വരണ്ട. ഇനിയും സെല്ലുണ്ടോ നോക്കട്ടെ. അതിന് ഇതാ വേറെയും സെല്ല്. ഇതാ 6ാം സെല്ല്. ഇതണ്ട 6ാം സെല്ല്. ഇപ്പുറ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കുക സെല്ല്. ഇത് ഈ അറ കൂടുന്ന കിട്ടിയ സെല്ല് ഇതാ. ഒന്ന് ഇതാ ഇവിടെ, അതാ ഒരു സെല്ല്. ഇതാ 2 സെല്ല്. ഇതാ 3 സെല്ലിതാ, 4 സെല്ലിതാ, 5 സെല്ലിതാ, 6 സെല്ലിതാ. ഇപ്പം നിലവിൽ കണ്ട സെല്ലുകളാണ്. റാണിയെ ഇതുവരെ കണ്ടിട്ടില്ല. റാണി നമ്മൾ നോക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലൊക്കെ റാണി ഉണ്ടാവും. റാണീനെ കണ്ടാൽ നമുക്ക് തേനെടുക്കൽ സ്റ്റാർട്ട് ചെയ്യാം. റാണീനെ കാണാതെ തേനെടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കോളനി 90% നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മളത്ര റിസ്ക് എടുക്കണ്ട. നമുക്കിത് 10,000-2000 കോളനി ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ എന്ത് ചെയ്യാം, കണ്ണും പൂട്ടി എടുക്കാം. പക്ഷെ കുറഞ്ഞ കോളനി ഉള്ള ആളുകൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ സെല്ല് അടിയിലൊരു സെല്ല് പോലെ ഉണ്ടായിരുന്നു. സാധാ സെല്ലാണ്. ഓക്കെ, നമുക്ക് പിരിച്ചു വെക്കാം. ഇപ്പോൾ 5 മുട്ടയും പിരിച്ചു വെക്കാനുള്ള മുട്ടയിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ള 1-2 കോളനി പിരിച്ച് വെച്ചിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കി നമ്മൾ വേറെ കൂട്ടിൽ നിന്ന് ചെയ്യുന്നു. വേറെ കൂട്ടിൽ നിന്ന് ഇടയൊക്കെ വെച്ച് ചെയ്യുന്നു. ഇതിലാണ് റാണി ഉണ്ടാവാനുള്ള 90% സാധ്യത. ഞാൻ ജസ്റ്റ് നോക്കട്ടെ. റാണി അതിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. നമുക്കെന്ത് ചെയ്യാം, തേനെടുക്കാം. ഇനി നമ്മൾ തേനെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാടുണ്ട്. നമ്മൾ ഇതുപോലത്തെ ഒരു അരിപ്പയിലേക്ക് തേനെ മുറിച്ചിട്ടാൽ മതി. തേന് അപ്പോൾ ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മൾ അറിയാത്ത ആളുകൾ റാണീനെ കാണാതെ തേനെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പതുക്കെ നമ്മൾ കട്ട് ചെയ്യും. ഈ ഭാഗത്ത് നമ്മളിങ്ങനെ മുറിക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് റാണി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വളരെ സ്ലോലി കട്ട് ചെയ്താൽ മതി. റാണി മിക്കവാറും അതിലായാലും ഉണ്ടാവുക. ഇതിൽ വേറെ സെല്ലുണ്ട് കേട്ടോ. ഇവിടെ റാണി ഇല്ലെങ്കിൽ ആ സെല്ല് വിരിഞ്ഞു കൊടുക്കും. അഥവാ റാണി പോയാൽ തന്നെ പരമാവധി നമ്മൾ റാണി പോവാതെ നോക്കുക. റാണി നഷ്ടപ്പെടുത്താതെ നമുക്ക് തേനെടുക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ് ആയി. ഇതിൻ്റെ ഇടയിലേക്ക് ഈച്ച ഉണ്ടാവും, അത് നോക്കണം. അങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം, വേറൊരു മെത്തേഡ്. ഇതിൻ്റെ നടുഭാഗത്തും തേനെടുത്തെടുത്ത് പോവാം. അപ്പോൾ സൈഡ് ഈച്ചയൊക്കെ അങ്ങനെ മാറത്തരും. ഇതാ കാണിച്ചു തരാം. ഇതെങ്ങനെ നടുഭാഗത്തു നിന്ന് പൊട്ടിച്ച് പോവുക. ഈ സൈഡ് ഭാഗത്താണ് ഈച്ച ഉണ്ടാവുക. ഇങ്ങനെ പൊട്ടിച്ച് പോയാൽ ഉൾഭാഗത്തൊരു ഈച്ച ഉണ്ടാവില്ല. പല രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഞങ്ങളിങ്ങനെയൊന്നല്ല ചെയ്ത് നേരെ തുറന്നങ്ങ് എടുക്കലാണ്.
പ്യുവർ. അപ്പോൾ ശുദ്ധമായ ചെറുതേൻ അവൈലബിൾ ആണ്, അത്യാവശ്യക്കാർക്ക് ബന്ധപ്പെടാം. എന്നിട്ട് തേനെടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ തുടച്ചു കൊടുക്കണം. അപ്പം നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യുക, ഈ ഭാഗത്ത് എടുത്തെടുത്ത് വരാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരെ മുറിച്ചു കൊടുക്കുക. അങ്ങനെ കത്തി എടുക്കുക, അങ്ങനെ തള്ളി അങ്ങോട്ട് കണ്ടാ. അപ്പോൾ സൈഡിൽ ഈച്ചുണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഏറ്റവും ഡേഞ്ചർ സ്ഥലമാണ്. ഇപ്പോൾ തേനും പൂമ്പൊടിയൊക്കെ മിക്സ് ആയിട്ടുണ്ട് ഇതിൽ കണ്ടാ. നമ്മൾ ഈ അരിപ്പയിൽ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തേൻ മാത്രമേ അതിൽ പോകുന്നുള്ളൂ. അപ്പം അതൊക്കെ സൈഡ് ഭാഗത്തൊക്കെ റാണി ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സാവകാശം നോക്കിയാൽ മതി. തിരക്കിട്ടിട്ട് ചെറുതേൻ്റെ പണി ചെയ്യരുത്. ഞൊടിയും തേനീച്ചാൽ നമുക്ക് തിരക്കിട്ടൊക്കെ ചെയ്യാം. ചെറുതേനീച്ചാൽ തിരക്കിട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ എക്സ്പീരിയൻസ് പോലെയാണ്. എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയിലും എടുക്കാം, നോ പ്രോബ്ലം. ഇപ്പോൾ കുറേ ഈച്ച പറന്നെടുക്കുന്നുണ്ട്. കുറഞ്ഞ ക്വാണ്ടിറ്റിയെ കിട്ടുള്ളൂ തേന്. അതാണ് ഈ ചെറുതേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ഇടയിലൊക്കെ ഗൈനിയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഗൈനി എന്ന് പറഞ്ഞാൽ ഇണചേരാത്ത റാണിയാണ്. നമ്മുടെ ആ റാണി സെല്ല് വിരിഞ്ഞ് ഗൈനിയായിട്ട് മാറും. അപ്പോൾ അതും കാണാനുള്ള ചാൻസ് ഉണ്ട്. അതിനെ കാണുകയാണെങ്കിൽ നമുക്ക് പിടിച്ചിട്ട് വേറെ കൂടുകൾ ഉണ്ടാക്കാം. എന്തായാലും നോക്കട്ടെ. നമ്മളിപ്പോൾ പതുക്കെ പതുക്കെ തേനിങ്ങനെ കഷ്ണം കഷ്ണം മുറിച്ചെടുക്കുകയാണ്. സ്പൂൺ കൊണ്ടൊക്കെ എടുക്കാം കേട്ടോ, ഓരോരുത്തർക്കും ഓരോ സൗകര്യമാണ്, അതിനനുസരിച്ച് ആളുകൾ ചെയ്തുകൊള്ളുക. ചെറുതേനീച്ച കോളനികൾ നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. ബൾക്ക് ഓർഡർ ആണെങ്കിൽ സ്വാഗതം. 10, 20, 30, 50, 100, 200 കോളനികൾ നമ്മുടെ കയ്യിൽ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. അപ്പോൾ ആവശ്യക്കാർ ബന്ധപ്പെടുക. കച്ചവടക്കാർക്കും ബന്ധപ്പെടാം. ഇനി 1, 2 കോളനികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയറായിട്ടൊക്കെ അയച്ചു തരും. ഓക്കെ, ഏത് ഭാഗത്തേക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരും. ഡയറക്റ്റും എത്തിച്ചു തരും. നമ്മൾ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാം. റാണി കിട്ടിയോ? ഓ മൈ ഗോഡ്, അതെ. ഇങ്ങനെ ചെരിഞ്ഞ് പോകുന്ന സമയത്ത് മുട്ട ഉണ്ടോ വീണ് പോകാനുള്ള ചാൻസ്. നമ്മൾ മുട്ടയൊക്കെ ഒന്ന് സേഫാക്കി വെക്കുക. റാണീനെതിരെ കണ്ടിട്ടില്ല. റാണി അതിൽ തന്നെയാണ് ആവാൻ ചാൻസ് കൂടുതൽ. ഏതില്? മറ്റേ കൂടുതൽ മുട്ടുള്ള കൂടില്ലേ, പുതിയ മുട്ടുള്ള അതിൽ. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ പരമാവധി തേൻ എടുത്തിട്ടുണ്ട്. കുറച്ച് തേൻ എപ്പോഴും അവർക്ക് വെക്കണം. നമ്മളിപ്പോൾ ഇപ്പോൾ എടുക്കുന്നതുകൊണ്ട് അവർക്ക് തേനിന് വെക്കാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി തേൻ എടുക്കുകയാണ്. പക്ഷേ ഈ ഫ്രണ്ട് കാണുന്ന അറയത്തെ തേൻ നമ്മൾ എടുക്കുന്നില്ല. അത് നമ്മൾ അവർക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. മുഴുവൻ തേനും അങ്ങനെ ഉറ്റി വരും. മതി, വീഡിയോ മതി.